കർത്താവിന്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തു. ഈ വർഷത്തിലെ ആദ്യത്തെ ഫ്രൈഡേ ആണ്. ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിന്റെ ഇടയിൽ ഇപ്പോഴാണ് കഴിഞ്ഞ് ഒരു മിനിറ്റ് ലേറ്റ് ആയി പോയി, സോറി. ഹാപ്പി ന്യൂ ഇയർ. ഹല്ലേലൂയ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഹാപ്പി ന്യൂ ഇയർ. കർത്താവിന്റെ സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ അത്ഭുതമായി സൂക്ഷിച്ചുള്ള ദൈവത്തിന്റെ കരുണയും കൃപയും. കരുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്നത്. ഈ കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ കരുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ കാലത്തെ പാപങ്ങളിൽ നിന്ന് ദൈവം ഒരു ക്ഷമ, കഴിഞ്ഞതെല്ലാം അങ്ങ് മറക്കാനുള്ള ഒരു കൃപ. ഹല്ലേലൂയ. പിന്നെ കൃപയെന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കാൻ ആവശ്യമായ. ഹല്ലേലൂയ. ഓരോ ദിവസം നമ്മൾ ജീവിക്കുന്നത് കൃപയാലാണ്. അവിടുത്തെ കൃപ കുറഞ്ഞു പോയിട്ടുള്ള ഓരോ ദിവസം കൃപ. ഈ കരുണയും കൃപയും രണ്ടും കൂടെ നമ്മളോട് കർത്താവ്. അതിനാണ് ആ കൃപാസനം. കൃപാസനത്തിന്റെ രണ്ടുപേരാ. ഒന്ന് കരുണാസനം എന്നുണ്ട്, പിന്നെ കൃപാസനം എന്നുണ്ട്. രണ്ടും ഒന്നാ. രണ്ടിടത്തും ഒട്ടുന്ന ആദ്യം നമ്മുടെ പാവങ്ങൾക്ക് ക്ഷമ, പിന്നെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇത് പുതിയ വർഷം നമുക്ക് ഓരോ ദിവസം ദൈവത്തിനാണ്, കർത്താവിനാണ് വർഷങ്ങളൊന്നുമില്ല. നമുക്കാണെങ്കിലൊക്കെ കർത്താവിന് എല്ലാ ദിവസവും അവൻ ഇന്നലെ ഇന്നും എന്നും എന്നേക്കും അന്യം മാറാത്ത ദൈവം. ഹല്ലേലൂയ. യേശു മാറാത്തനെന്നാണ് പാട്ടുകാരൻ പറയുന്നത്. ഹല്ലേലൂയ. പിതാ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ താങ്ങിതൻ കൃപാകരത നാം നന്ദിയോടെ സ്തുതിച്ചിടുക. താങ്ങിതൻ കൃപാകരത നാം നന്ദിയോടെ സ്തുതിച്ചിടുക. ആമേൻ. നാം ദൈവ കൃപ ലഭിച്ചു യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചുഗണം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ച സുഗണം. ഹല്ലേലൂയ. നല്ല പാട്ടായ. ഹല്ലേലൂയ. നാനാവിധ പരിശോധന 4 പാഠം നമ്മെ മൂടിയപ്പോ താങ്ങി തൻ കൃപാകരത്താൽ നാം നന്ദിയോടെ സ്തുതിച്ചിടുക. ഹല്ലേലൂയ. നാം അറിയാതെ തന്നെ ദൈവത്തിന്റെ അദൃശ്യമായ കരം ദൈവം നമ്മുടെ മേല് താങ്ങിയാണ് നമ്മെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അനർത്ഥം വ്യസനകാരണമായി തീരാതെ. കഴിഞ്ഞ ദിവസം ഗ്രേസി ആന്റി വലിയൊരു വീഴ്ചയിൽ നിന്നും കർത്താവ് വിടുവിച്ചു. അദൃശ്യമായ ദൈവത്തിന്റെ കരം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോയപ്പോഴേ, കാർ ഓടിച്ച ഒരു 6ാം നിലയിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരുപാട് ഇങ്ങനെ ടയർഡായിട്ട് നോക്കി പാർക്കിംഗ് ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് അങ്ങേ സൈഡിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. നോക്കിയപ്പോ പെട്ടെന്ന് എന്നെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റുന്ന മാതിരി നോക്കിയപ്പോ എന്റെ മുന്നിൽ കൂടി ഒരു കാർ പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്ന ഒരു സെക്കൻഡ് കൂടെ അങ്ങോട്ട് പോയി നോക്കി ആയിരുന്നില്ല. അതേ ഇടുക്കി തന്നെ 6th ഫ്ലോറിലാണ് പാർക്കിങ്. അവിടെ കാണും വല്ലൊരു ഇടി നടന്നു കഴിഞ്ഞാൽ പിന്നെ കാർ പോലും എടുത്തോണ്ട് ഒരു തണുപ്പാ. എന്തൊക്കെയോ എന്തും സംഭവിക്കാം. എന്നാൽ ദൈവം നമ്മളെ അതാണ് താങ്ങി തന്റെ കൃപാകരത്താൽ എന്ന് പറഞ്ഞാൽ ശാശ്വതമായ കരങ്ങളുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിന്റെ അത്ഭുത കരം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം അതിനുള്ളൂ അന്നന്ന് ജീവിക്കാൻ ആവശ്യമായ കൃപ. ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന മാതിരി ഓരോ ദിവസത്തേക്കുള്ള ചാർജ് പിറ്റേ ദിവസം ചാർജ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ ഓരോ ദിവസത്തിനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. ആ കൃപയാണ് നമ്മെ താങ്ങുന്നത്. ഹല്ലേലൂയ. നാം ദൈവത്തോട് കർത്താവേ കൃപയ്ക്കായ കരുണാസനത്തോടി എന്ന് കർത്താവേ കൃപ തരണം കർത്താവേ, കൃപ തരണം കർത്താവേ. പടിവാതിക്കൽ എങ്ങനെ 8ാം അധ്യായത്തില് വായിക്കേണ്ട ഓരോ ദിവസം തന്നെ പടിവാതിക്കല് ആ കൃപയ്ക്കായി കർത്താവേ പതികാലം ജീവിക്കാനായ കൃപയും ഞാനും തരണമേന്ന് സർവശക്തനായ ദൈവം അവിടുത്തെ അദൃശ്യമായ കരം, ശാശ്വത കരങ്ങൾ എന്ത് ചെയ്യുക, ശാശ്വത കരങ്ങള്, ആ കരങ്ങൾ നമ്മളെ താങ്ങി നടത്തുക. ഈ വർഷം കർത്താവ് നമുക്കൊരു ദാനം ചെയ്തല്ലോ. അത്ഭുതമായിട്ട് ദൈവം നമ്മെ ഒരു വർഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. ദൈവത്തിന്റെ കരുണ. എന്നോട് കർത്താവ് ഇന്ന് രാവിലെ അന്നന്ന് ആവശ്യമായ ദൈവം എന്തെങ്കിലും ഒരു ദൂത് രാവിലെ സമയം തരും. ഇന്ന് കർത്താവിന്റെ എന്നോട് സംസാരിച്ച് എന്നോട് ഒരു വാക്യം എന്റെ മനസ്സിൽ കർത്താവ് തന്നത് ഈ എപ്പോഴാ തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ സമയമാണ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഇന്ന് ആവശ്യമായ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം തരുന്ന 4 മണിയാകുമ്പോൾ ഒക്കെ എന്തെങ്കിലും. ഇന്ന് രാവിലെ കർത്താവിന്റെ രക്തം, ക്രൂശിലെ രക്തം നമുക്ക് കോട്ടയായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ക്രൂശിലെ രക്തം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വിടുതലുള്ളൂ. അപ്പൊ നമ്മൾ ഈ രക്തം ധ്യാനിക്കണം. കർത്താവേ, കർത്താവ് പറഞ്ഞ നിങ്ങൾ ഈ പാനപാത്രം കുടിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, എന്റെ മരണത്തെ
പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിലെ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്നു രക്തം. ഈ രക്തം സംസാരിക്കുക. ഇന്നത്തെ പ്രൊട്ടക്ഷന്, ഇന്നത്തെ നമുക്കുള്ള പ്രൊവിഡൻസ്, ഇന്ന് നമ്മൾ രോഗത്തെ കഴിയുവാണെങ്കിൽ ആ രോഗശാന്തി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടല്ലേ നമുക്ക് രോഗവിടുതലുണ്ടായ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ പാപങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ബലഹീന വന്നു പോയെങ്കിൽ കർത്താവിന്റെ രക്തം സംസാരിക്കുക. അവന്റെ പാപം, ശരി അവൻ പാപം ചെയ്തു, പക്ഷെ അവന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചു. ഹല്ലേലൂയ. ലെറ്റ് ഹിം ഗോ ഫ്രീ. അവന് സ്വതന്ത്രനാക്കി വിട്ടിരിക്കുക. അതാണ് നമ്മൾ പാടിയ പാട്ട്. നാം വിമുക്തന്മാർ, അതിൽ സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ നമ്മളൊന്നും ചെയ്തില്ല, നാം കൃപയോടെ രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപ തന്നെ നമുക്ക് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞ ക്രൂശിലെ രക്തം കൊണ്ട് ഹല്ലേലൂയ നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മളാരാ? ശത്രുവിന് നമ്മളെ അടിമയായിട്ട് കൊണ്ടുപോകുമായിരുന്നു, പിശാചിന്റെ അടിമയായിട്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാല് ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. വില ആർക്കാ കൊടുത്ത? പിശാചിനല്ല കൊടുത്തത്, വില ദൈവത്തിന് കൊടുത്ത്. ഹല്ലേലൂയ. ഇവൻ എന്റേതാണ്. ഇതിനു വേണ്ടി നമ്മളെ എന്ത് ചെയ്യുക? ദത്തെടുത്തിരിക്കുക. ദൈവത്തിന് വേണ്ടി നമ്മളെ ദത്തെടുത്ത് എവിടെ ഇരുത്തിരിക്കുക? സ്വർഗ സ്ഥലത്ത് ഇരുത്തിരിക്കുക. നമ്മൾ ഈ ക്രൂശിനെ പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. കാൽവറി ക്രൂശൻ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെ എന്ത് ചെയ്യാം? വിലയ്ക്ക് വാങ്ങിയിരിക്കുക. വിലയ്ക്ക് വാങ്ങില്ല, ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമ്മുടെ തന്നെ സ്വന്തമല്ല. നാം എന്ത് നമുക്കുള്ളവരെ അല്ല, നാം കർത്താവിനുള്ളവർ. ഹല്ലേലൂയ. സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്ന ഹല്ലേലൂയ തന്റെ സഭ. ഹല്ലേലൂയ. കർത്താവ് വില കൊടുത്തത് കർത്താവിന്റെ രക്തം കൊണ്ട്. അതുകൊണ്ട് നമ്മള് ആ രക്തത്തിന്റെ മറവിലാണെങ്കിൽ ഒരു ദുഷ്ടനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ വാക്യം ഒന്ന് വായിക്കുമോ? നമുക്ക് അല്പസമയം നമ്മൾ ചിന്തിക്കായിട്ട്. പുറപ്പാട് പുസ്തകം എടുത്തോട്ടെ. രണ്ട് വാക്യം വായിക്കണേ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12:13. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഇനിയും 22-ാം വാക്യം, കട്ടളക്കാലമേലും കുറുമുടുമേലും തേക്കണമെന്നുള്ളത്. ഈ സോപ്പ് ചെടിയുടെ അതിന്റെ തന്നെ ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട യുവജനങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കണം. ഹല്ലേലൂയ. ഓരോ ഭവനത്തിലും രക്തം എന്ത് ചെയ്യാം? അടയാളമായിരിക്കണം. ഹല്ലേലൂയ. ആ ശത്രു അവിടുന്ന് അങ്ങോട്ട് കേൾക്കാൻ ഒക്കത്തില്ല. ആ പിശാച് അവിടോട്ട് അടുക്കാൻ വരുമ്പോൾ ഈ രക്തം സംസാരിക്കുക. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ, ദിസ് ഈസ് പർച്ചേസ്ഡ് ബൈ ദ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള ആ രക്തം അവിടെ സംസാരിക്കണം. ചില പാർട്ടികൾ അങ്ങോട്ട്, ചില കള്ളന്മാർ അങ്ങോട്ട് വരുമ്പോൾ 2 കൊര അങ്ങോട്ട് പോയി, ചിലരങ്ങോട്ട് ചാടി അങ്ങോട്ട് പിന്നെ ആ കള്ളൻ ആ ദേശത്തെ വരത്തില്ല. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീടിന് 2-3 വീട് അപ്പുറത്ത് ഒരു വലിയ പട്ടിയുണ്ട്. എന്തോ ഡോബർമാൻ അല്ല, ഈ കടിച്ച കൊന്നുകളയുന്ന പട്ടിയില്ലേ, അത്രയും ഒരു പട്ടിയുണ്ട്. അതിങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അതിനെ വളർത്തിയൊന്നും വേണ്ടി ഇങ്ങോട്ട് ഒരു മനുഷ്യനും വരത്തില്ല, ശല്യക്കാരൊന്നും വരത്തില്ല. അപ്പോഴേ ഈ കർത്താവിന്റെ രക്തം നമ്മുടെ ഭവനത്തിന്, അവിടെ നമ്മുടെ ഭവനത്തിന് ഒരു നല്ലൊരു മാർക്ക് അവിടെ എവിടാ വെച്ചേക്കുന്നത്? പുറത്താണോ? എവിടാ വെക്കുന്നതെന്ന് പറഞ്ഞാൽ അകത്താണോ പുറത്താണോ? വീടിന് പുറത്തല്ലേ? പുറത്ത്. വീടിന്റെ പുറത്ത് എഴുതിയിരിക്കുക യേശുക്രിസ്തു വീടിന്റെ നായകൻ എന്ന് പറയുന്ന മാതിരി അവിടെ എഴുതി വെച്ചിരിക്കുക രക്തം. നമുക്കറിയില്ല ശത്രുവിന് ഇത് കാണുമ്പോ അതുകൊണ്ട് രക്തം അടയാളമാക്കി അവിടെ വെച്ചിരിക്കുക. അവിടെ എഹെസ്കേലിന്റെ പുസ്തകത്തിലെ ഒരു വാക്കുണ്ട്, പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ എന്താ? രക്തം എന്ത് ചെയ്യാം? അടയാളമാക്കി വെച്ചിരിക്കുക. കർത്താവ് ഒരു അടയാളം വെച്ചിരിക്കുക. നമുക്ക് അത് കാണത്തില്ല. പിശാച് കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? അവിടെ നിൽക്കാനൊക്കത്തില്ല. അവിടെ സംഹാരകൻ അവിടോട്ടൊക്കത്തില്ല എന്ന് പറയുന്നത് ന്യായവിധി വരുവാനുള്ള വലിയ കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. നമ്മൾ ആ ശരണത്തിനായിട്ട് ആ
സങ്കേത പട്ടണത്തിലേക്ക് നമ്മൾ ഓടി വന്നിരിക്കുക. നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. പിശാച് നമ്മുടെ അധികാരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പൂച്ചയും മീനും ഇടിച്ചിട്ട് മണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൂച്ച എവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ സാധനം അവിടെ ഉണ്ട്. പിശാചിന്റെ പ്രവൃത്തികൾ നമ്മളുള്ളപ്പം പിശാച് നമ്മളിൽ ഇങ്ങനത്തെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലേ? മോശയുടെ ശരീരത്തിന്മേല് പിശാച് അവകാശം പറഞ്ഞു. എന്താ? മോശ മിസ്രൈമിൽ ഒരുത്തനെ എന്ത് ചെയ്യുക? ഇല്ലേ? മിസ്രൈംകാരിൽ ഒരുത്തനെ കൊല ചെയ്തു. ഇല്ലേ? എന്നിട്ടാ ഓടിപ്പോയത്. അല്പം അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴും മോശ അവകാശം പറഞ്ഞോണ്ട് കർത്താവ് എന്താ അവനെ ഫലിച്ചു എന്ന് പറഞ്ഞാൽ രക്തവെള്ളം അവിടെ കർത്താവ് എന്ത് ചെയ്യുക? രക്തവെള്ളത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. രക്തത്തിന്റെ മറവിൽ നമ്മളെ മറച്ചിരിക്കുക. നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഭവനത്തിന് ഉള്ള അകത്തുള്ളവരെല്ലാം. ഹല്ലേലൂയ. അപ്പൊ ഇതെങ്ങനെ സാധിക്കുന്നു? ഹല്ലേലൂയ. അതാണ് നമ്മൾ അല്പസമയത്തേക്ക് ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ രക്തം നമ്മൾ വായിച്ച വാക്യം എബ്രായ ലേഖനത്തില് എങ്ങനെ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹാബേലിന്റെ രക്തം എന്ത് ചെയ്യാ? പ്രതികാരത്തിനായിട്ട്, അയ്യോ എന്നെ ഈ മനുഷ്യന് കൊന്നല്ലോ, അവന് പ്രതികാരം കൊടുത്തില്ലല്ലോ എന്ന് അവർക്ക് ആ രക്തം പറയുമ്പോ ക്രൂശിലെ രക്തം എന്താ പറയുന്നേ? ഹല്ലേലൂയ. ഓ, ഇവനെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കാം. അവന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചു. അവന്റെ രോഗം എന്റെ അടിപ്പിണറുകളാൽ അവന്റെ രോഗം എന്ത് ചെയ്തു? സൗഖ്യമായിരിക്കുന്നു. അവന്റെ പാവങ്ങളെ ഞാൻ ഈ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഓ, അവന്റെ ആ രക്തം ഞാൻ അവന് മാർക്കാക്കി അവന്റെ തലയിൽ എന്ത് ചെയ്യാം? ഭവനത്തിന് മാർക്കാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞാടിന്റെ രക്തം, ആ രക്തം എന്ത് ചെയ്യുക? നമ്മളെ വാങ്ങിയിട്ട് എന്തിനാണ് നമ്മളെ വാങ്ങിയത്? നിത്യ ജീവൻ തരുവാൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ അത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. വായിക്കട്ടെ, നോട്ടെ. വെളിപ്പാട് പുസ്തകം 5:9 അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതരും ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിത്യ ജീവൻ തരുവാൻ. ഹല്ലേലൂയ. ഞാൻ അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പാപമോചനത്തിനായി ചൊരിയുന്ന എന്റെ രക്തം, ഇത് പുതിയ നിയമം. അതായത് നിത്യ ജീവൻ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകി. ഹല്ലേലൂയ. അതാണ് ഈ രക്തത്തിന്റെ വിലയായിട്ട് ദൈവം അവനെ നൽകി. ഹല്ലേലൂയ. ഇവനെ നൽകി എന്ത് ചെയ്യാ? നാം എന്ത് ചെയ്യാ? നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ആ വിലക്ക് വാങ്ങി ദൈവം നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഏൽപ്പിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത് നിത്യജീവൻ അന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. അതുകൊണ്ട് ഇവര് പറയുന്നത് എന്താ? ഇവര് പറയുന്നത് അതിന്റെ 12-ാം വാക്യത്തിൽ എങ്ങനെയാ? അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. യോഗ്യൻ. ഹല്ലേലൂയ. ആ വെളിപ്പാട് പുസ്തകം 19:1 വായിക്കുമ്പോഴേ അവിടെ അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അനന്തരം ഞാൻ സ്വർഗത്തിൽ വായിക്കണോ? വലിയൊരു ശബ്ദം മഹാഘോഷം പോലെ കേട്ടതാ. ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. നാം നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ഒരു യോഗ്യതയും കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. അതാ യേശു ക്രിസ്തുവിന്റെ രക്തം. പാപമില്ലാത്തവന് ദൈവം നമുക്ക് വേണ്ടി, നമുക്ക് പാപമായി നമ്മുടെ പാവങ്ങൾക്ക് ഭരിച്ചുകൊണ്ട് രക്ഷ യഹോവയ്ക്കുള്ളത്. രക്ഷ, സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു രക്ഷയും മഹത്വവും. മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹല്ലേലൂയ. ഇതിന്റെ ഫിലിപ്പി ലേഖനം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലെ നാമത്തിങ്കൾ സ്വർലോകരുടെ അതാണോ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാലൊക്കെയും മടങ്ങി എല്ലാ നാവും യേശുക്രിസ്തു കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും. എത്ര വാക്യം? 2:11 ഫിലിപ്പിയർ 11. അതെ അതെ. എല്ലാ നാവും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് എല്ലാ നാവും ഏറ്റുപറയും. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്
ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിശാച് അവകാശം പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് നമ്മുടെ കർത്താവായിട്ട് ഏറ്റു പറയുമ്പോൾ ആരാ? കർത്താവാണ് നമ്മുടെ ജീവിതത്തിന്റെ നായകൻ. പിശാചിന് പിന്നെ അവിടെ അധികാരമില്ല എന്ന് പറഞ്ഞാൽ ഈ പിശാചിനെ തോപ്പിച്ചിട്ടാണ് കർത്താവ് എന്ത് ചെയ്തേ? ആ സ്വർഗത്തിലേക്ക് കടന്നുപോയത് നമുക്ക് വേണ്ടി കടന്നുപോയി. സ്വർലോകത്തിലൂടെ കടന്നുപോയി. ആ സ്വർലോകത്തിൽ ആരായിരിക്കുന്നത്? ദുഷ്ടാത്മ സേന ഇരിക്കുക. അവനെയൊക്കെ ചവിട്ടി മെതിച്ചിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ആകാശത്തിലേക്ക് കടന്നുപോയി ഒരു മഹാപുരോഹിതനായിട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇരിക്കുക. എന്ത് ചെയ്യാ? പക്ഷപാതം ചെയ്യുന്ന പറഞ്ഞാൽ കർത്താവ് നമുക്ക് രക്തം നമ്മോട് സംസാരിക്കുന്നു. കർത്താവോട് ഈ രക്തം കാണിച്ചു കൊടുക്കുക. പിശാചിന് പിന്നെ അവിടെ ഒരു അധികാരമില്ല. അതാണ് വാഴ്ചകളെ അധികാരങ്ങളെല്ലാം ആയുധവർഗം വെപ്പിച്ചു. മഹത്വം എന്ത് ചെയ്തോ? സകല നാമത്തിനും മേലായ നാമം എടുത്തു. സകലത്തിനും മേലായ നാമം എടുത്തു. മഹത്വം ദൈവത്തിന്. അതാ 19 വെളിപ്പാട് ദിവസം 19 നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും പിന്നാരാ? ശക്തിയും ദൈവത്തിനുള്ളത്. അത് പറഞ്ഞ സ്വർഗത്തിനും ഭൂമിക്കും സർവ്വ ശക്തി എന്ന് പറഞ്ഞ അധികാരം. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം ഞാൻ എന്ത് ചെയ്യാം? സ്ഥാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഇന്ന് നമ്മുടെ ആ കർത്താവിന്റെ ആ കമാൻഡ് നമ്മളത് ഒബേ ചെയ്യുമ്പോഴേ ഇന്ന് സുവിശേഷം അറിയുക. എത്രയോ എതിർപ്പുകൾ സുവിശേഷത്തിനെതിരെ ഉയർന്നു വന്നു. ആ എതിർപ്പുകളെല്ലാം ദൈവം എന്ത് ചെയ്യുക? ഉന്മൂലമാക്കി ഇന്ന് സുവിശേഷം ലോകമൊട്ടുക്കും പ്രചരിക്കുന്നതിന് കാരണം ഈ അധികാരം പ്രാപിച്ചിരിക്കുക. ഒരു ശക്തിക്കും അതാണ് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിപ്പാൻ പാടില്ല. ഈ പാറമയെ പണിതിരിക്കുന്ന സഭയാണ്. ഒരു ശക്തിക്കും സാധ്യമല്ല. ശക്തി അതിനെതിരെ എതിർക്കുന്നതെല്ലാം ധൂളിയാകപ്പെടും. ഹല്ലേലൂയ. പണ്ട് നെഹ്റു പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ അടുക്കല് അവരെ ഒന്നും പറയരുത്. അവരെ പ്രകോപിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക? പുല്ലിയായിട്ട് മാറും. ഭയങ്കര ശക്തി. അവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തി അങ്ങോട്ട് ഇറങ്ങും. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് പാപം പെരിയെടുത്ത് കൃപ തരിക എന്ന് പറഞ്ഞതാ. ഈ അതിക്രമങ്ങളൊക്കെ വന്ന് കർത്താവിന്റെ നാമത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവിടെ അതിശക്തമായിട്ട് ദൈവത്തിന്റെ കൃപ എന്ത് ചെയ്യുക? അത്ഭുതങ്ങൾ അവിടെ നടക്കുക. ചില കുടുംബങ്ങളില് ദൈവത്തിന്റെ നാമത്തിനെതിരെ ഘോരഘോരം കൊല്ലാൻ വരുന്ന ആ ദൈവശക്തി അങ്ങോട്ട് വ്യാപരിക്കുക. ഹല്ലേലൂയ. ആസാമിലെ ഒരു മിഷനറി വന്ന് അവര് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവര് സുശേഷമൊക്കെ അറിയിച്ചപ്പോ ആസാമിൽ നിന്ന് ഒരു ഗോത്രത്തലവന്, ഒരു ഗോത്രത്തിന്റെ ആള് രക്ഷിക്കപ്പെട്ടു. ഒടുവിൽ ഇവർ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇവനെ ആ ഗോത്രത്തലവന്മാരെല്ലാം കൂടെ കൊല്ലാൻ വേണ്ടി കൊണ്ടു നിർത്തി. പിള്ളേരെ എല്ലാം പിടിച്ച് അങ്ങ് കൊന്നു. എന്നിട്ട് പറഞ്ഞു, നീ യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നില്ല. പിന്നെ ഭാര്യ കൊന്നു. അപ്പൊ ഇവനെന്താ ആഫ്രിക്കൻ ആസാം ലാംഗ്വേജിൽ പറയുന്നത് എന്താണെന്നറിയാം? നോട്ട് ടേണിംഗ് ബാക്ക്. ഞാൻ പിന്മാറുകയില്ല. ഗോത്രത്തലവന് രാത്രിയിൽ ഭയങ്കര മനസ്സാന്തരം. ഇതെന്തോ ഇവനിങ്ങനെ പറഞ്ഞു, ഇതിന്റെ എന്താണ് പുറകിൽ ഈ കാര്യം? ഇവനെ ദൈവം അപ്പൊ അങ്ങനെ പിടിച്ച് അങ്ങനെ ആ ഗോത്രങ്ങൾ മുഴുവനും ക്രിസ്ത്യാനികളായിരുന്നു. ആ പാട്ടിന്റെ I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. Not turning back. ആ പാട്ട് അത് കേട്ടോണ്ടിരുന്ന ഒരു മിഷനറി അവിടുന്ന് പോയി ഇംഗ്ലീഷിൽ പോയി എഴുതിയ പാട്ടാണ് നോട്ട് ടേണിംഗ് ബാക്ക് എന്നുള്ള പാട്ട്. നമ്മുടെ ആസാമിലാണ് സംഭവം നടന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപ. ഓരോ വ്യക്തിയെ കർത്താവിന്റെ നാമത്തിലായിട്ട് കൊല്ലുകയോ കുടിക്കുകയോ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അനേകം അവിടെ കർത്താവിനായിട്ട് എഴുന്നേക്കുക. അതുകൊണ്ടാണ് ഒരു ഇക്വഡോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു മിഷണറി എന്നു ആ ദേശം മുഴുവൻ ക്രിസ്ത്യാനിയായി പോയി. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ നാമം എവിടെ പ്രതികൂലമുണ്ടോ അവിടെ അതിശക്തമായിട്ട് ദൈവത്തിന്റെ നാമം ഉയരും. അതുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. മേലോട്ട് നാം അടുക്കുമ്പോൾ ഹല്ലേലൂയ എല്ലാ ഭാരങ്ങളും അങ്ങ് നീങ്ങിപ്പോകും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം ജനസിസ് 26 അവിടെ ബെർഷേബ എന്നുള്ള ഒരു വാക്കുണ്ട്. അവൻ അതിന് ഷിബ എന്ന് പേരിട്ടു. അതുകൊണ്ട് ആ ഇന്ന് വരെ ബെർഷേബ എന്ന് പേർ. അവിടെ സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഈസാക്ക് വന്ന് അവിടെ കിണർ പോയി. എവിടെ സ്ഥലത്ത് വന്ന് എന്റെ 26-ാം വാക്യം ഒന്ന് വായിക്കും.
അല്ല 26 22. അനന്തരം അബീമേലെക്കും അതാണോ? അനന്തരം അബീമേലെക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീക്കോലും ഗരാരിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നു. ഇസ്ഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എന്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അപ്പൊ ഇവിടെ എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ 20-ാം വാക്യത്തില് നമ്മൾ വായിക്കുമ്പോഴേ ഈ 17-ാം വാക്യം അങ്ങനെ ഇസാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാർ താഴ്വരയിൽ കൂടാരമടിച്ചു, അവിടെ പാർത്തു. മതി സിസ്റ്റർ, ഞാനത് പറഞ്ഞു നമുക്ക് മുഴുവൻ വായിക്കാൻ വേണ്ടി നമ്മൾ സമയം കിട്ടത്തില്ല, സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കാം. അപ്പം ഞാൻ താഴോട്ട് ഈ ഗരാർ താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലച്ചിലിന്റെ താഴ്വരയാ, ഉഴച്ചിലിന്റെ താഴ്വര എന്നാ. അതായത് ഈ പോത്തിനെയൊക്കെ ഇട്ട് ഇങ്ങനെ ഉഴുന്ന ഉഴച്ചിൽ, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉഴുകൊണ്ടിരിക്കുക. അവസാനം എന്തോ അടിയും കിട്ടിയാണ് ഉഴുന്നത് ഇല്ലേ? കാളയൊക്കെ അന്ന് ഉഴുമ്പോഴേ അത് നടക്കത്തില്ല, അതിനൊക്കെ അട്ടി പുറത്തോട്ടിട്ട് അങ്ങ് അട്ടിച്ച് ആശ്വസ്തതയുടെ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഈ ഉഴച്ചില് ചിലപ്പോൾ എത്ര രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിതാലും ഒരു പ്രയോജനമില്ല. മനുഷ്യരാന്നേല് എന്ന് നിന്ദിക്കും, പരിഹാസം. ഓരോ ദിവസം എഴുന്നേക്കുന്നത് നിന്നെയും പരിഹാസവും. ഇവിടെ എഴുന്നേക്കുന്നത് അവിടോട്ട് വന്ന് ഈ ഗരാർ ദേശത്തോട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? ഇവിടെ കിണറെല്ലാം കുഴിച്ച് അടച്ചു കൂട്ടി അങ്ങ് ഇട്ടിരിക്കുക, ഒരു തുള്ളി വെള്ളമില്ല. അബ്രഹാം കുഴിച്ച കിണറെല്ലാം ഈ പിശാചുകൾ എന്ത് ചെയ്യാം? അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ട് ഇല്ല, പിശാച് എന്ത് ചെയ്യുക? കിട്ടിയ ഉറവയെല്ലാം ദൈവം തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ അടച്ചു പൂട്ടി പൈശാചൻ ശക്തികൾ എന്ത് ചെയ്യുക? ഇവനെന്താ അതിനകത്ത് കുടിച്ചാൽ പോരാ, അവനതല്ല, അവനെ മണ്ണിട്ടങ്ങ് മൂടി വെച്ചിരിക്കുക, ആർക്കും കൊടുക്കത്തില്ല. അങ്ങനെ ആയപ്പോഴും എന്ത് ചെയ്യുക? കിണറെല്ലാം അങ്ങോട്ട് കുടിച്ച് ഈ വെള്ളം. എന്നിട്ട് ഒരു കിണർ കഴിച്ചപ്പോഴത്തേക്ക് അതിന്റെ 20-ാം വാക്യത്തിലുണ്ട്, ഒരു നീരുള്ള ഒരു കിണർ കണ്ടു. അപ്പോഴേ ഇവന്മാര് വന്ന് പറയുക, ഈ ഗരാർ ദേശത്തിലെ ഇടയന്മാര് പറയാ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത്. കണ്ടോ, ഇതുവരെ അവന് ഉള്ള കിണർ കൂട്ടി വെച്ച് പാർട്ടികൾ ഇപ്പം പറയാ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ ശണ്ട. കണ്ടോ, എന്നിട്ട് അതിന് ശണ്ട എന്ന് പേരിട്ട കിണറിന് ഏശക്ക് എന്ന് പേരിട്ടു. പിന്നെ മറ്റൊരു കിണറും കുഴിച്ചു. അതിന്റെ താഴത്തെ വാക്യത്തിലുണ്ട് 21-ല്, അതിന് അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെ കുറിച്ച് അവർ ശണ്ട ഇട്ടത് കൊണ്ട് അതിന് എന്ന് പേരിട്ടു. അങ്ങോട്ട് അപ്പോഴേ യേശു ക്രിസ്തുവിന് നിഴലായി ഒരു ശണ്ടയ്ക്കും പോയില്ല. കർത്താവ് അങ്ങോട്ട് മാറി നിന്ന് വേറൊരു കിണർ കുഴിച്ചു. അവിടെ ആകുമ്പോ ഇമാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴീ ഇവൻ എന്നിട്ട് പിന്നെ പെട്ടെന്ന് ശണ്ട ഇട്ടില്ല. പക്ഷെങ്കില് അറിയാം, ഇവന്മാര് വീണ്ടും വന്ന് എന്ത് ചെയ്യും? ശണ്ട ഇടും. അതിനൊപ്പം രഹോബോത്തിന് കൊടുത്തു. പക്ഷെങ്കില് ഇസാക്ക് അവിടെ നിന്ന് പോയി. അവിടെ നിന്ന് അവൻ ബേർശേബയ്ക്ക് പോയി. അങ്ങനല്ലേ അവിടെ എഴുതിയേക്കുന്നത് 23-ാം വാക്യത്തില്? അവിടെ നിന്ന് അവൻ ബേർശേബയ്ക്ക് പോയി. മതി. ഈ ബേർശേബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം അവിടെ താഴോട്ട് നമ്മൾ വായിച്ച് അവിടെ കുഴിച്ചപ്പോഴവന് ബേർശേബ എന്ന് പറഞ്ഞ ഉറവ്. ശേബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വന്നത് ശേബ, ഈ ഹീബ്രു എന്നാ വന്നേ. ശേബ എന്ന് പറഞ്ഞ പെർഫെക്റ്റ്. ഹല്ലേലൂയ. 7 നമ്പർ, 7-ാം നമ്പർ എന്നാ, അത് അതിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തത്. അപ്പൊ ഈ ബേർശേബ വന്നു കഴിഞ്ഞാൽ 7 ഉറവ. ഹല്ലേലൂയ. ബേർ എന്ന് പറഞ്ഞാൽ ഉറവ. ഹല്ലേലൂയ. ശേബ എന്ന് പറഞ്ഞാൽ 7 ഉറവ എന്നുള്ള സ്ഥലം അവിടെ ഇസാക്ക് പേരിട്ടത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? യഹോവ അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഞാൻ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായി, നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. അല്ലെ, 7 ഉറവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാട്ടുണ്ടല്ലോ, കള്ളൻ ക്രൂശിൽ കണ്ടു നേരുറവ, ആ ചങ്കിൽ നിന്നൊഴുകിയ രക്തം, അവന്റെ കൈകാലുകള്, കൈയും കൈകാൽ, 2 കാല്, ഇത്ര ഉറവ, 4 തലയിൽ മുൾക്കിരീടം, 5 നമ്മുടെ കർത്താവിന്റെ ശരീരം ഒഴുകുചാല് പോലെ ഒഴുകി. അവിടുന്നാണ് നമ്മുടെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം കിട്ടിയത്. അത് ആ ഒഴിവ് പോലെ ഒഴുകിയ രക്തം മാത്രമല്ല, അവസാനത്തെ 7-ാമത്തെ കുത്ത് കിട്ടിയ എന്താ? എവിടാ കിട്ടിയത്? ചങ്കില്. ആ ചങ്കിൽ കുറ്റിയപ്പം വെള്ളവും
രക്തവും വന്ന് അങ്ങനെ 7 ഉറവ. ഹല്ലേലൂയ. ആ ക്രൂശിങ്കിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ കർത്താവ് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അവനോട് പറയാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവസാനം ആ ദർശനത്തിൽ വന്നപ്പോഴാ ഇവനൊരു ഈ ഇസാക്കിന് ഒരു സമാധാനം കിട്ടിയത്, ഒരു ശാന്തി കിട്ടിയത്. ആ ഗെരാർ ദേശത്ത് ഈ പിശാചുക്കളുടെ ഇടയിൽ ഒരു സ്വസ്ഥതയില്ല. കുഴിക്കുക, പണിയുക, പിന്നെയും കുഴിക്കുക, പിന്നെ ഇടയന്മാര് വെള്ളമില്ല, മൃഗങ്ങൾ പോലും പട്ടിണി കിടക്കുക. വൈശാഖ്യ ശക്തി ഒരു അനുഗ്രഹം അങ്ങോട്ട് പൊങ്ങാൻ അങ്ങോട്ട് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ദേവി ആ സ്ഥാനത്തേക്ക്, ആ ക്രൂശിങ്കിലേക്ക് ആ ഇസാക്ക് വന്നപ്പോഴേ അവിടെ സംഭവിച്ചത്, അവിടെ കണ്ടില്ല, ഒട്ടനെ ആരാ വന്നിരിക്കുന്നേ? ഇവൻ ഈ ക്രൂസിംഗിലേക്ക് വന്നപ്പോഴത്തേക്ക് പിശാച് എന്ത് ചെയ്യാ? പിശാച് എഗ്രിമെന്റിന് വന്നിരിക്കുക. ഇല്ല, 25-ാം വാക്യത്തില് അല്ല 25 യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, അവിടെ തന്റെ കൂടാരം വെച്ചു, അവിടെയും ഇസാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അവിടെ വെള്ളം കണ്ടെന്ന് പറയുന്നില്ല. ഉടനെ അടുത്ത വാക്യത്തില് 26-ാം വാക്യത്തിൽ ഈ എന്താ പറഞ്ഞിരിക്കുന്നത്? അബീമേലെക്കും സേനായ അഹസൂത്തും സേനാപതിയായ ഫീക്കോലും അവന്റെ അടുക്കൽ വന്നു. അവരോട്, നിങ്ങൾ എന്തിന് എന്റെ അടുക്കൽ വന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് എന്റെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ. അതിനവൻ, യഹോവ നിന്നോടുകൂടെയുണ്ട്, ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്കും തമ്മിൽ എന്ത് ചെയ്യാ? സമാധാനം, സത്യബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഉടമ്പടി ചെയ്തിട്ട് എന്ത് ചെയ്തു? അവന് ഞങ്ങളെ കൂടെ അനുഗ്രഹിക്കണമേ. കണ്ടോ, ശത്രുക്കളെ പോലും മിത്രമാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. നാം വിചാരിച്ചുകൊണ്ടിരിക്കുക എത്രയോ പേര് നമുക്കെതിരെ യുദ്ധങ്ങൾ വരിക. ഈ ക്രൂശ് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോഴേ ഈ വഴക്കുണ്ടാക്കുന്നവരൊക്കെ ദൈവം പീഡിച്ചെന്ത് ചെയ്യും? അതിനകത്ത് കൊണ്ടിട്ടും അവനെ അടിക്കാനൊക്കെ വന്നവന് കണ്ടിട്ട് ഒരു സാക്ഷ്യം കേട്ടത്, പാസ്റ്ററെ അടിക്കാൻ ചാടിയതാ. ഒടുവിൽ ഇന്ന് പാസ്റ്ററായിട്ട് പ്രസംഗിച്ച് നടക്കുക. 33-ാം വാക്യത്തിൽ എഴുതി, അവൻ അതിനെന്ത് ചെയ്തു? ആ ദിവസം തന്നെ അവിടെ ഒരു കിണർ കുഴിച്ചപ്പോൾ അതിന് 7 ഉറവ, അതിന് ബർശേബ അതിന്റെ പേരിട്ടു. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാവിലെ സമയം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഈ വർഷത്തിന്റെ പരിപാലിച്ച ദൈവം ആണ്ടിന്റെ ആരംഭത്തിൽ നമ്മെ കൊണ്ടുവന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മ ക്രൂസിംഗിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടുന്ന് പറയുന്നത്, കർത്താവേ, രക്ഷ നിനക്കുള്ളത്, നിന്റെ ആ രക്തം കൊണ്ടാ, ഞാൻ ഒന്നും ചെയ്തില്ല. ഹല്ലേലൂയ. അവിടെ കൃപയാൽ എന്നെ രക്ഷിച്ചു കർത്താവേ. നമ്മൾ ആ ക്രൂസിനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ ആ അന്ധകാര ശക്തികളെ എല്ലാം കാഴ്ചയിലാക്കി കർത്താവ് തന്നെ മഹത്വം ഏറ്റെടുത്തിരിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും അവിടുന്ന് ആ പിശാചുകളെല്ലാം വാഴ്ചകളൊക്കെ എന്ത് ഈ ആയുധവർഗം വെപ്പിച്ചിട്ട്, ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ആ പിശാചിനുള്ള സകല നാമത്തിന്, ഇന്ന് ലോകത്ത് കാണുന്ന സകല വൈശാചിക ആരാധനകളുടെയും പുറകെ നീക്കുന്ന പിശാചിക ശക്തികൾക്ക് മുകളിൽ അധികാരം പ്രാപിച്ചവനാ നമ്മുടെ ദൈവത്തെ പോലെ. വേറെ ഒരു ദൈവമില്ല. ശൂരന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. സ്വർഗത്തിനും ഭൂമിക്കും സർവ്വ അധികാരം അവിടുന്ന് പ്രാപിച്ചിരിക്കുക. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ കൃപയാൽ നമ്മളെ എന്ത് ചെയ്യുക? ആ ക്രൂശിങ്കിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുക. ഹല്ലേലൂയ. അതാണ് പറഞ്ഞ എബ്രായലേഖനം 9-ാം അധ്യായത്തില് എങ്ങനാ? ആടിന്റെയും പശുക്കിടാവിന്റെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. എന്നേക്കും ഒരു വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്നേക്കും ഒരു മഹാപുരോഹിതനായിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ഹല്ലേലൂയ ആ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പാപമോചനം അവിടുന്ന് സ്വർഗത്തിലെ. ഹല്ലേലൂയ. ആ പുതിയ നിയമം അങ്ങനെ കർത്താവ് സ്ഥാപിച്ചത്. മത്തായി 26-28 എങ്ങനെയാ പറഞ്ഞത്? അനേകർക്ക് വേണ്ടി, മത്തായി 26 അനേകർക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ പുതിയ നിയമം ഇല്ലേ? 26 അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഈ രക്തത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളതാണ് ഈ ഓരോ ദിവസവും ഈ പാനപാത്രം എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി കർത്താവേ, നമ്മൾ അത് ധ്യാനിച്ചു കഴിയുമ്പോൾ, ആ മരണത്തെ നാം പ്രസ്താവിച്ചു കഴിയുമ്പോൾ, അതാണ് പറഞ്ഞ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അപരബലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ നമ്മൾ ഒരു വലിയൊരു യാഗത്തിന് എന്ത് ചെയ്യുക? രാത്രിയെ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. അപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് എനിക്ക് വേണ്ടി മാനിച്ച് ഞാൻ എന്റെ കർത്താവിനുള്ളവരാണ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങ് വരിക. ഹല്ലേലൂയ. ആ ക്രൂശിനെ നമ്മൾ അങ്ങോട്ട് ധ്യാനിക്കുമ്പോൾ അവിടെ ഒരു ശക്തിയുണ്ട്, ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ദൈവ കൃപ അവിടെ ഉണ്ട്.
ഇസാക്ക് ബർസേവിലേക്ക് വന്നപ്പോഴ് എന്ത് ചെയ്യോ, അവിടെ അനുഗ്രഹം, കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവിടെ ഉണ്ട്. ഇടയന്മാരെ കാണുന്ന വെള്ളമെല്ലാം ഇഷ്ടംപോലെ 7 ഉറവയാ. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ വഴിയായിട്ട് ഈ വർഷം നമുക്ക് വേണ്ടി കറക്കുവാൻ ശക്തനാ. ധ്യാനിക്കണം ആ രക്തം കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. നീ യോഗ്യൻ, നീ അർക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളും ഭാഷകളിൽ നിന്നും എല്ലാം ഞങ്ങൾ എന്ത് ചെയ്യാ, വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ധനവും മാനവും സ്തുതിയും സ്തോത്രവും മഹത്വത്തിനും നീ യോഗ്യൻ. നമ്മുടെ യോഗ്യത ഒന്നും ഇല്ല. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ച വാക്യം. ആദ്യം വായിച്ച വാക്യം എന്താണ് വായിച്ചത്? പുറപ്പാട് പുസ്തകം 12:22. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്നു മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. അപ്പൊ ഈ ന്യായവിധി ദൈവം നമ്മളെ വിട്ടിച്ചിരിക്കുക. ഈ രക്തം കാണുമ്പോൾ അവിടെ ന്യായവിധി ഇല്ല. പിന്നെ 22-ാം വാക്യത്തിൽ ഇസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി രക്തം കുറുമ്പടിമേലും കട്ടിളക്കാലുമേൽ 2 മേലും തേക്കണം. പിറ്റേന്നാൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആരും വീടിന്റെ വാതിൽ പുറത്തിറങ്ങരുത്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഒരു നിഴലാ. ഇല്ല, കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഇതൊരു നിഴലാ. ഇത് എന്തുവാ? ക്രൂശിൽ ഇവിടെ തന്നെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കട്ടളക്കാൽ 2 മേലും കണ്ടില്ലേ? ഇത് മേളിലും താഴെയും കൂടെ തോക്കുമ്പോ അവിടെ എന്താണോ കുരിശ് വരയ്ക്കുക ഇല്ലേ? അതെ, മേളിലും താഴെയും കൂടി ഇങ്ങനെ രക്തം അവിടെ കുരിശിനെ കാണിക്കുക. അവിടെ ആ കുരിശിന്റെ അതാണ് കുരിശിങ്കിലേക്ക് നമ്മൾ ആ കുരിശിങ്കിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ. ഇവിടെ എന്താണ് സംഭവിച്ചു വന്നിരിക്കുന്നത്? ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കടന്നു വരും. രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ സംഹാരകൻ വരുവാൻ സാധിക്കും. ഇസോപ്പ് ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തറയിൽ വളരുന്ന ചെടിയാ. വലിയൊരു കർത്താവിന് പറയാൻ വലിയൊരു കൊമ്പെടുത്തിട്ട് അതേൽ എന്ത് ചെയ്യാ, തേക്കാനല്ല പറഞ്ഞത്. ഇസോപ്പ് ചെടി എന്ന് പറഞ്ഞാൽ തറയിൽ വളരുന്ന ഒരു ചെറിയ ചെടി എന്ന് പറഞ്ഞാൽ ക്രൂശിലേക്ക് വരുമ്പോൾ കർത്താവേ, നമ്മുടെ പുണ്യപ്രവൃത്തികൾ ഒന്നുമല്ല കർത്താവ്, തന്നെത്താൻ താഴ്ത്തിയ കർത്താവേ, നിന്റെ കൃപയാ കർത്താവേ. ക്രൂശിലെ മരണത്തോളം കർത്താവ് താഴ്ത്തിയതുപോലെ ആ ചെടി അതാ കാണിക്കുന്നത്. തറയിൽ കൂടെ വളരുന്ന ഒരു ചെടിയാ. ആ ചെടിയുടെ എടുത്ത് നമ്മൾ ആ കിണ്ണത്തിലെടുത്തിട്ട് കർത്താവേ, ക്രൂശിലേക്ക് ഞാൻ വരുന്നത് എന്റെ ഒന്നുമല്ല, എന്റെ നീതി പ്രവൃത്തി അതാണ് ക്രിസ്തുവിലുള്ള നീതി. എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നീതി. അതാണ് കർത്താവ് തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നു. ക്രൂശിലെ മരണത്തോളം താഴ്ത്തി ആ രക്തമെടുത്ത് കട്ടളക്കാൽമേലും കുറുമടിമേലും നമ്മളെ തീക്കണം. വാതിലിന് അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ വാതിലിന് പുറത്തിറങ്ങരുത്. ആ രക്ത കോട്ടയ്ക്കുള്ളിൽ ആ സങ്കേത പട്ടണത്തിലായിരിക്കണം നമ്മള്, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ന്യായവിധിയുടെ ഒരു ദിവസം ഉണ്ടെന്നുള്ളത് അത് ഓർപ്പിക്കുക. ഈ മിസ്രയീമിനെ ദൈവം ന്യായം വിധിക്കുക. അതാണ് പറഞ്ഞത്, ക്രോധം കടന്നു പോവോളം അല്പസമയം ഒളിക്കാം, ഇല്ലേ? യശയാപ്രവചനത്തിലെ ഒരു വാക്യമാണ് വായിച്ചത്. ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ റെഫറൻസ് കിട്ടിയ വായിക്കാന്. അല്ലെങ്കിൽ ക്രോധം കഴിഞ്ഞ് ദൈവം നമ്മളെ തന്റെ ആ പാറയുടെ പിളർത്തി നമ്മളെ എന്ത് ചെയ്യുക, ഇപ്പം ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇനി ഒരു വലിയൊരു ന്യായവിധി, ഹല്ലേലൂയ, ഈ ലോകത്ത് വലിയൊരു മഹാപീഡകാലം വരാൻ പോവുക, മഹോപദ്രവകാലം. അതിനു മുമ്പേ തന്റെ മക്കളെ എല്ലാം എന്ത് ചെയ്യുക, കർത്താവ് ആ ന്യായവിധിക്ക് മുമ്പേ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. നാമും ഇനിയും കർത്താവുമായിട്ട് ഇനി എന്ത് ചെയ്യുക, വന്ന് ഭൂമിയിൽ വാഴുന്നു. അവരെ രാജാവ്, നമ്മൾ വായിച്ചെങ്ങനെ, അവിടെ രാജകീയ പുരോഹിതന്മാർ, വെളിപ്പാട് ദിവസം 9 രാജകീയ പുരോഹിത വർഗമാക്കി അവിടെ വെച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഭൂമി വാഴാനുള്ളവരാ. അപ്പൊ ഈ ന്യായവിധിയിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മെ ഒഴിവാക്കിയിരിക്കുക. ഹല്ലേലൂയ. ആ ക്രൂശിലെ രക്തത്തിലേക്ക് ഈ വർഷം, പുതിയ വർഷം, ഹല്ലേലൂയ, നമുക്കൊന്ന് ധ്യാനിക്കുവാൻ, ആ കൃപാസനത്തോട് ഒന്ന് അടുക്കുവാൻ. ആ വാക്യം ഒന്ന് വായിക്കുവേ. ഇബ്രായ ലേഖനം 4:16. കൃപാസനത്തോട് ധൈര്യത്തോടെ ഒന്ന് അടുക്കാൻ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതെ, എന്തുകൊണ്ടെന്നാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. മഹാപുരോഹിതൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാപം ഉണ്ടെങ്കിൽ ആ മഹാപുരോഹിതനെ എന്ത് ചെയ്യും, മരിച്ചു പോകും. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ധൈര്യത്തോടെ വരാൻ പറ്റും. ഹല്ലേലൂയ. ആ ക്രൂസിംഗിലേക്ക് വരുമ്പോഴേ അവിടെ എന്തോ ഉണ്ട്, ആ കൃപാസനത്തിന് അടുത്ത് എന്തോ ഉണ്ട്,
എബ്രായ ലേഖനത്തിൽ തന്നെ 9-ാം അധ്യായത്തിലെ 3-ാം വാക്യം, അതിന് വിശുദ്ധ സ്ഥലം രണ്ടാം ദൃശ്യത്തിനു പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിനകത്താണ് ഈ കൃപാസനം ഇരിക്കുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപെട്ടകവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. താഴത്തെ വാക്യത്തിൽ അവ ഓരോന്നാണ്. പൊന്നുകൊണ്ടുള്ള ധൂപകലശം, പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടോ, മന്ന ഇട്ട് വെച്ചിരിക്കുന്ന ഇല്ലേ പൊൻപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേമ, ദൈവത്തിന്റെ വചനവും ഉണ്ട്, റിട്ടൺ വേർഡ് ഓഫ് ഗോഡും ഉണ്ട്, ദൈവത്തിന്റെ റേമ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവസന്നിധിയിലോട്ട് അടുത്ത് വരുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന. ഹല്ലേലൂയ. അതാണ് ആ പൊന്നു കൊണ്ടിട്ടല്ല പൊൻപാത്രത്തിലുള്ള മന്ന. ഹല്ലേലൂയ. ആ ഡെയിലി മന്ന, അത് ദൈവം നമ്മോടുള്ള ദൂത. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ രോഗശാന്തിക്ക് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞിരുന്നോ, വചനം അയച്ചെന്ത് ചെയ്യാം, സൗഖ്യമാക്കും. ദൈവം അന്ന് വിടുതലിനുള്ള വചനം അതിൽ നിന്ന് നമുക്ക് തരും. ധൈര്യത്തോടെ, അക്രവാസനത്തോട്, കർത്താവേ അക്രവാസനത്തോടെ. എത്രാം യാമത്തിലാ? 4-ാം യാമത്തിൽ കർത്താവ് അനുഗ്രഹം വരുന്നത് 4-ാം യാമത്തിലാ വരുന്നത്, ഇല്ലേ? ശിശുമാര് തണ്ടു വലിച്ചു വരുമ്പോ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന ദൈവം ആ രാവിലെ സമയം അനുഗ്രഹം വരുമ്പോ, കർത്താവേ ഞാൻ നിന്റെ പാദപീഠത്തിലായിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആ കൃപാസനത്തിൽ നിന്ന് വരുന്ന പിന്നെന്താ? അവരോന്റെ തളിർത്ത വടി, അത്ഭുതം. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ വിചാരിക്കും ഈ വിഷയത്തിന് എങ്ങനെ പരിഹാരം. ഹല്ലേലൂയ. വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങള് ഒറ്റ ദിവസം കൊണ്ട് ആ വടി തളിർത്ത് എന്ത് ചെയ്യുക, ഫലം കായ്ച്ചെങ്കിൽ. ഹല്ലേലൂയ. നമ്മൾ അവിടെ വരുമ്പോൾ ആ കൃപാസനത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ച്. അവരവന്റെ വടി, പിന്നെന്താ? മൂടുന്ന ദൈവത്തിന്റെ കൃപകൾ, ദൈവത്തിന്റെ ദൂതന്മാര്. ഹല്ലേലൂയ. അത് നമ്മളെ പരിപാലിക്കുന്ന, ചില ആപത്തിന്റെ അർത്ഥങ്ങളിൽ നമ്മളെ താങ്ങി കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യമായ കരം. ദൂതന്മാരെ ദൈവം അവിടെ കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകുകയില്ല. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. അവിടെ എല്ലാം ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്, കെരൂബുകളുണ്ട്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, ഇല്ലേ? അതിലെന്ത് ചെയ്യാ? അത് പൊന്നുകൊണ്ടുള്ള ധൂപകലശം മുഴുവനും. ധൂപം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാ. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ദൈവത്തിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചാൽ മതി. നിയമത്തിന്റെ കൽപ്പലകകളും അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്. അവിടെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ തേജസ്, ഇല്ലേ? അതിവിശുദ്ധ സ്ഥലത്ത് മുഴുവൻ കവർ ചെയ്യുക. ദൈവത്തിന്റെ തേജസ് കൊണ്ട് അവിടെ എന്ത് ചെയ്യുക, കവർ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് നമുക്ക് രാവിലെ സമയം, കർത്താവേ ഈ വർഷം കർത്താവേ ആ കൃപാസനത്തിലായിരിക്കട്ടെ കർത്താവേ, ആ സങ്കേത പട്ടണത്തിൽ ഞാൻ ആയിരിക്കട്ടെ കർത്താവേ, ആ ക്രൂശിന്റെ കീഴിലായിരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഓരോ ദിവസം കർത്താവേ ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ആ പുണ്യാരത്വത്തിന് അടുക്കലേക്ക് വരുവാൻ കർത്താവേ നീ എനിക്ക് ഇടയാക്കിയല്ലോ കർത്താവേ. നമ്മെ തന്നെ താഴ്ത്തി അക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാം, അനുഗ്രഹത്തിന്റെ വർഷമാക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ആ ഇസാക്ക് ആ ബേർശേബയിലേക്ക് വന്നപ്പോ ഹല്ലേലൂയ ദൈവം അവന് പ്രത്യക്ഷനായി. ഈ വർഷം കർത്താവ് ചില അന്യന്തരങ്ങൾ, ഭൗതികമായ ചില കൃപാവരങ്ങള്, ഹല്ലേലൂയ, ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആ രോഗസൗഖ്യം നമ്മുടെ കൂടെ വ്യാപരിച്ച് ഹല്ലേലൂയ ശരീരത്തിൽ വ്യാപരിക്കാൻ നമ്മളെ കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ. ചില വചനത്തിന്റെ ആഴങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പോലും നിങ്ങൾ ഈ മെസ്സേജ് ഞാൻ കണ്ടില്ല സിസ്റ്റർ, ഞാനൊരു മീറ്റിങ്ങിനകത്ത് ഇരിക്കുകയായിരുന്നു. സിസ്റ്റർ ഓടി വന്ന് എന്നോട് പറഞ്ഞു മീറ്റിംഗ്, ഞാനൊന്ന് ഒന്ന് നോക്കി പെട്ടെന്ന് രാവിലെ ദൈവം പറഞ്ഞ ഒരു വചനം കൊണ്ടോ നമ്മൾ കഴിവുകൊണ്ടോ കൃപ കൊണ്ടോ ഒന്നുമല്ല. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിന്റെ കരുണ. ഹല്ലേലൂയ. അവിടുന്ന് ഒഴുകി വരുന്ന അക്കുത്തേറ്റ ചങ്കിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഒഴുകി വരും. വിശ്വസിക്കുക. ഹല്ലേലൂയ. എത്രയോ കാലമായി മർത്യന് സാധിക്കാത്ത ആ രക്ഷ ക്രൂശിക്കൂടെ നമുക്ക് സാധിപ്പിച്ച് തന്നിരിക്കുക. നമ്മളെ അതിനകത്ത് വിളിച്ച് വേർതിരിച്ചിരിക്കുക. നമുക്ക് ഇത് തന്നിരിക്കുക. ഇന്ന് നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കും? നമ്മുടെ കൈ തന്നിരിക്കുക ഈ അനുഗ്രഹങ്ങൾ. കർത്താവേ ആദാമിനും ഹവ്വായ്ക്കും കൊടുത്തില്ലേ, ഏദൻ തോട്ടത്തിലാക്കി വെച്ചു, കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ അവർക്കൊരു ബില്ല് കൊടുത്തു, ഇല്ലേ? ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള ബില്ല് കൊടുത്തു. അവരത് മിസ്യൂസ് ചെയ്തു. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ കർത്താവേ സ്വന്തം ഹിതമല്ല, കർത്താവിന്റെ ഹിതമല്ല, നിന്റെ ഹിതാടികളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആത്മാവ് നമ്മളെ നടത്തും. 16-ാം സങ്കീർത്തനത്തിൽ എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? ജീവന്റെ വഴി നീ എനിക്ക്
കാണിച്ചു തരും. സന്നിധി സന്തോഷ പരിപൂർണത നമ്മെ വരുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തുമ്പോ ഐസോപ്പ് ചെടി അതാ കാണിക്കുന്നത്. ഹല്ലേലൂയ. ആ ചെറിയ നിലത്തോട് ചേർന്ന് വലിയ കൊമ്പൊന്നും എടുക്കാതെ, നമ്മുടെ അഹങ്കാരം ഒന്നും എടുക്കാതെ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, ഹല്ലേലൂയ, ആ കൂടാരത്തിലാകുമ്പോൾ, ആ വീടിന് പുറത്തിറങ്ങാതെ ഹല്ലേലൂയ കൂടുതലായിട്ട് നമ്മുടെ ഭവനത്തിന് ഒരു അടയാളമാക്കി ആ രക്തം നാം വെക്കുമ്പോ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ സ്വസ്ഥമായിരിക്കാം, എനിക്കിവിടെ സമാധാനമുണ്ട്. ആ ഗരാറിൽ കിടന്ന് അലഞ്ഞതുപോലെ നീ ഇവിടെ അലയണ്ട. ഹല്ലേലൂയ. സകല ബുദ്ധിങ്ങവിന്റെ ദൈവീയ സമാധാനം അവിടെ കാവലുണ്ടായിരിക്കും. അവിടുത്തെ ദൈവത്തിന്റെ ദൈവം വിശ്വസ്തയും നമ്മെ ചുറ്റിക്കൊള്ളും. ഹല്ലേലൂയ. ആ കോട്ട നമുക്ക് പരിചയമായി തീരും. ആ യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് ചിന്തിക്കാം, കർത്താവേ അതിനെ ധ്യാനിക്കുമ്പോൾ, ഹല്ലേലൂയ, അതാണ് അവന്റെ നാമത്തെ നാം ഏറ്റുപറയുമ്പോൾ, ഹല്ലേലൂയ, നാം ഒരു യാഗമാക്കി തീരുകയാണ്. ഇവിടെ ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ബെർശേബയിൽ ഒരു യാഗപീഠം പണിതു. ഹല്ലേലൂയ. നമ്മുടെ ആത്മാക്കത്താന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു പുതിയ സൃഷ്ടിയാക്കിയാൽ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുന്നു. ഹല്ലേലൂയ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, പുതിയ വർഷം സകലതും പുതിയതാക്കുന്ന, ഹല്ലേലൂയ, ദൈവ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. യശയ്യാപ്രവചനം 41:10 എങ്ങനെ വായിക്കുന്നത്? ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള ബലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. 12-ാം വാക്യം, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല, നിന്നോട് യുദ്ധം ചെയ്യുന്ന നാശം ഇല്ലാതെയാകും. നിന്റെ ദൈവമായ യഹോവ നിന്നെ വലം കൈക്ക് പിടിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും വല്ലേയായ ഒരു മെതിവണ്ടിയാക്കിയ തീർക്കും. ഹല്ലേലൂയ. അതിന്റെ 18-ാം വാക്യത്തില്, താഴ്വരകളില് നദികളും പാഴ്മലകളിൽ നദികളെയും താഴ്വരകളും നടുവിൽ ഉറവുകളെയും തുറക്കും. ഹല്ലേലൂയ. നീരുറവയാക്കും. ഹല്ലേലൂയ. നമ്മുടെ അക്കുത്തേത് ശങ്കിലാണ് നീരുറവ. അതിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ. ഹല്ലേലൂയ. നാം വാഗൊണ്ടേറ്റ് പറഞ്ഞ ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുമ്പോ ആ കുതേറ്റ് ശങ്കിലിന്റെ കുഞ്ഞാടിന്റെ രക്തം, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന് നമ്മളെ ഒരു പുതിയ സൃഷ്ടി ആക്കി കർത്താവിന് വേണ്ടി അത്ഭുത കാര്യങ്ങളെ ചെയ്യുവാൻ ഈ വർഷം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കട്ടെ. യാതൊരു അത്ഭുതം സ്വർഗീയ ദൂതന്മാരെ, ഹല്ലേലൂയ, ആ കൃപാസനത്തെ ദൈവത്തിന്റെ തേജസ് കൊണ്ട് മൂടുന്നത് പോലെ നമ്മുടെ ഓരോ ഭവനങ്ങളിലും കർത്താവിന്റെ രക്തം കോട്ടയായി പരിചയമായിട്ട് അവിടെ ഇരിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആ കർത്താവിന്റെ മറവിൽ, അത്യുന്നതിന്റെ മറവിൽ നമുക്ക് വസിക്കാം. ഈ വർഷം നമുക്ക് എല്ലാം അനുഗ്രഹമാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ വചനം വായിച്ച് അല്പസമയം പ്രാർത്ഥിച്ചാൽ കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നതിന്റെ മകനിലൂടെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നല്ലോ കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ശണ്ടയിട്ടാലും എന്ത് വിട്ടാലും എന്റെ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിച്ചതും തന്റെ ദാസന്മാരെ, തന്റെ ഭക്തന്മാരെ ഹല്ലേലൂയ വിടുവിക്കുന്ന എന്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇസാക്കിനെ ദ്വേഷിച്ചവരൊടി വന്ന് പറയാം, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. കർത്താവെ, ആ ഒരു സാക്ഷ്യപ്പാ ഞങ്ങൾ ഓരോരുത്തരും പ്രാപിക്കേണ്ടത്. ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങളെ കാണുന്നവർ പറയണം. പലപ്പോഴും കർത്താവെ കുറവുകളും വീഴ്ചകളും ഒക്കെ ഹല്ലേലൂയ ഉണ്ടപ്പ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ഹല്ലേലൂയ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങിയവരാണെന്നുള്ള ബോധത്തോടെ ഓരോ ദിവസവും ദൈവത്തെ അനുസരിച്ച് മാനിച്ച് ജീവിക്കാനുള്ള കൃപ തരണം. അവിടുത്തെ നാമം ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാണന് രക്ഷയായി തീരണം. ഹല്ലേലൂയ. അവിടുത്തെ രക്തം ഞങ്ങളുടെ ഭവനത്തിന് മുദ്രയാക്കി തന്നിരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയതാണുള്ള കർത്താവേ, ആ ചിന്ത ഞങ്ങളെ വിട്ടുപോകുവാൻ ഒരിക്കലും ഇടയാകല്ലേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവേ ഞങ്ങൾ കേട്ടല്ലോ. ഒരു വചനം കേട്ടുകൊണ്ടിരുന്നിടത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ആഴത്തിൽ ഇറങ്ങി വചനം പറയുവാൻ ദൈവമേ, നിന്റെ ദാസനെ നീ അനുഗ്രഹിച്ചല്ലോ. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കും
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അടിയനെല്ലാം ഒന്ന് എഴുതി എടുക്കാനോ പറയാനോ ഒന്നുമുള്ള കഴിവില്ല കർത്താവേ. എന്റെ മകനിലൂടെ കേൾപ്പിച്ച വചനം ആദ്യോടെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പല ഭാഗങ്ങൾ എടുത്ത് പറയുവാൻ ദൈവം സഹായിച്ചല്ലോ, ശക്തീകരിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നു അന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. അതാ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ഒരു അനുഭവം ഞങ്ങളിൽ ഓരോരുത്തരിലും അല്ലപ്പാ ഞങ്ങളെ കാണുന്നവരിലും കേൾക്കുന്നവരിലും കർത്താവെ ഉണ്ടാകുവാൻ ഇടയാകണം. ഈ സമയത്ത് ഒരുപാട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവെ എന്റെ മകൻ പറഞ്ഞതുപോലെ അവരൊക്കെ ക്രിസ്തുവിനെ അല്ലേ ക്രിസ്തുവിലേക്ക് വരുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ കർത്താവെ അവർക്കൊക്കെ മുഖാന്തരം ആക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസിനെ അനുഗ്രഹിച്ചാട്ടെ, ആലയിൽ ദാസിയെ അനുഗ്രഹിച്ചാട്ടെ. ശാരീരികമായിട്ടൊക്കെ പ്രയാസമുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഞങ്ങളെ ഇപ്പൊ കേൾപ്പിച്ചു അതാണല്ലോ. ആലേലിയ സൗഖ്യമാക്കുന്ന കരം നീട്ടണം. ആലയിലെ വചനം അയച്ച് സൗഖ്യമാക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലിയ. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളെ പ്രത്യേകം ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യാശയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആയിരിക്കും ദൂതന്മാരെ കാവൽ ചെയ്തു കൊള്ളണേ കർത്താവെ. വീഴാനോ താഴാനോ കർത്താവ് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. തുടർന്ന് കർത്താവെ ആരാധിക്കാൻ ആലേലിയ സിസ്റ്റർ വരുമല്ലോ ആരാധനയ്ക്ക് ലീഡ് ചെയ്യാൻ. എന്റെ മകളെ അനുഗ്രഹിക്കണമേ. ആലേലിയ ആരാധന കഴിഞ്ഞ് കർത്താവെ ലോകരാഷ്ട്രങ്ങള് തലമുറകൾ ഇങ്ങനെ ഓരോ കർത്താവെ വിഷയം വെച്ച് ഈ പ്രേരണ ഒരുക്കി തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഇതിനകത്തുള്ള ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഹാലേലിയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അല്പസമയം അടിയന് പ്രതിസന്ധിയിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ. 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 ആമേൻ.